ഇനി നമുക്ക് കണ്ണിന്റെ ഘടനയെ കുറിച്ച് പഠിക്കാം. സ്ട്രക്ചർ ഓഫ് ഐ. കണ്ണിന്റെ ഘടന നമുക്ക് എല്ലാവർക്കും കണ്ണ് കൃത്യമായിട്ട് പരിചയമുണ്ട്. പക്ഷെ അതിന്റെ ഘടന എന്താണെന്ന് നമുക്കറിയില്ല. അതൊന്ന് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. കണ്ണിന്റെ ഘടന, സ്ട്രക്ചർ ഓഫ് ഐ. ഇതാണ് കണ്ണിന്റെ ഘടന. അപ്പൊ ഇതില് എന്തൊക്കെയാണ് കണ്ണിന്റെ ഭാഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം. മുൻഭാഗത്ത് ഇങ്ങോട്ട് കുറച്ച് തള്ളി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. ബാക്കില് കുറച്ച് നെർവ്സ് ഉണ്ട്. അത് നമുക്ക് ഇവിടെ കാണാം. ഇനി ഏതൊക്കെയാണ് ഭാഗങ്ങൾ നമുക്ക് നോക്കാം. കണ്ണിന്റെ മുൻഭാഗത്തുള്ള വെളുത്തിട്ടുള്ള ഈ ഭാഗം, ഇവിടെ ഈ കളറിൽ കാണുന്ന ഭാഗത്തിനെയാണ് കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത്. കണ്ണിന്റെ മുന്നിലെ കണ്ണിന്റെ പ്രകാശം കടത്തിവിടുന്ന കണ്ണിന്റെ മുൻഭാഗമാണ് കോർണിയ. ഇനി കണ്ണിന്റെ ഉള്ളിലേക്ക് കടന്നാല് കാണുന്ന ഭാഗമാണ് ഐറിസ്. ഇനി കണ്ണിന്റെ ഉള്ളിലേക്ക് പ്രകാശത്തെ നിയന്ത്രിച്ച് കടത്തിവിടുന്ന ഭാഗമാണ് കൃഷ്ണമണി അല്ലെങ്കിൽ പ്യൂപ്പിൾ എന്ന് പറയുന്ന ഭാഗം. ഇനി കണ്ണിന്റെ ഉള്ളില് നമുക്കിവിടെ കാണാം ഒരു ലെൻസ് ഉണ്ട്. കോൺവെക്സ് ലെൻസ് ആണ്. നമുക്കറിയാം കോൺവെക്സ് ലെൻസിന്റെ ആകൃതി ഇഡലിയുടെയൊക്കെ ആകൃതിയില്ലേ, അതാണ് കോൺവെക്സ് ലെൻസിനുള്ളത്. കോൺവെക്സ് ലെൻസ് ആണ് ഇവിടെ കാണുന്നത് കണ്ണിന്റെ ഉള്ളിൽ. ഇനി കണ്ണിന്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ കണ്ണിന് 3 പാളികളാണുള്ളത്. ആ പാളികളിലെ ഏറ്റവും പുറത്തുള്ള പാളി ദൃഢമായിട്ടുള്ള പാളിയാണ്, ബലമുള്ള പാളിയാണ്. അതിനെ ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലിറ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഭാഗമാണ് ഉള്ളിലേക്ക് വരുമ്പോൾ ഈ ചുവന്നിട്ടുള്ള നിറത്തം നിറയെ രക്തലോമികൾ നിറഞ്ഞിട്ടുള്ള ബ്ലഡ് വെസൽസ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. ആ ഭാഗമാണ് ദാറ്റ് പോർഷൻ ഈസ് നോൺ ആസ് കൊറോയിഡ് ഓർ രക്തപടലം. രക്തലോമികൾ നിറഞ്ഞിട്ടുള്ള ഭാഗമായതുകൊണ്ട് തന്നെ കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലം എന്നാണ് പറയുന്നത്. ഏറ്റവും മുകളിലുള്ള പാളിയാണ് ഈ കാണുന്ന ഇവിടെ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ള ഈ ഭാഗമാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള ഭാഗമാണ് നമ്മുടെ റെറ്റിന. കാഴ്ച ഉള്ള ഭാഗം, കാഴ്ച അനുഭവപ്പെടുന്ന ഭാഗമാണ് റെറ്റിന. ഇനി ഈ ഏറ്റവും കൂടുതൽ കാഴ്ച അനുഭവപ്പെടുന്ന ഒരു ഭാഗമുണ്ട് കണ്ണില്. ആ കണ്ണിലെ കാഴ്ച അനുഭവപ്പെടുന്ന ഏറ്റവും കൂടുതൽ കാഴ്ച അനുഭവപ്പെടുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് പീതബിന്ദു. ദ ഇമ്പോർട്ടന്റ് ഏരിയ ആൻഡ് മോസ്റ്റ് വിഷണബിൾ ഏരിയ ദാറ്റ് ഈസ് നോൺ ആസ് യെല്ലോ സ്പോട്ട്. അടുത്തതായിട്ട് ഒട്ടും കാഴ്ചയില്ലാത്തൊരു ഭാഗമുണ്ട് കണ്ണില്. നേത്രനാടികളൊക്കെ ഒപ്റ്റിക് നെർവ്സ് ആരംഭിക്കുന്ന ഭാഗമാണത്. അതിനെ വിളിക്കുന്ന പേരാണ് ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ അന്ധബിന്ദു. ഒരു ഭാഗം കൂടിയുണ്ട് ഈ നെർവ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു നേത്രനാടി ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇതിനെയാണ് നേത്രനാടികൾ എന്ന് വിളിക്കുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് കണ്ണിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നമുക്ക് കണ്ണിലെ പാളികളെ കുറിച്ച് പഠിക്കാം. 3 പാളികളാണുള്ളത്. ദൃഢപടലം അഥവാ സ്ക്ലെറ, രക്തപടലം അഥവാ കൊറോയിഡ്, ദൃഷ്ടിപടലം അഥവാ റെറ്റിന. കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളി അത് യോജക കലയായി നിർമ്മിച്ചിട്ടുള്ളതാണ്. വൈറ്റ് ഔട്ടർ ലെയർ വിച്ച് ഗീവ്സ് ഫേംനെസ് ടു ദ ഐ മെയ്ഡ് അപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. കണ്ണിന് ദൃഢത നൽകുന്നു, ആകൃതി നൽകുന്നു, വെളുത്ത നിറം ഉള്ളതാണ്. രണ്ടാമത്തെയാണ് കൊറോയിഡ്. ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ് കൊറോയിഡ്. ദ മിഡിൽ ലെയർ വിച്ച് കണ്ടെയ്ൻ എ ലാർജ് നമ്പർ ഓഫ് ബ്ലഡ് വെസൽസ്. That's why it is known as choroid. അപ്പോൾ കണ്ണിന് ആവശ്യമായിട്ടുള്ള പോഷകഘടകങ്ങളും ഓക്സിജനൊക്കെ നൽകുക എന്നുള്ളതാണ് കൊറോയിഡിന്റെ ധർമ്മം. നെക്സ്റ്റ് വൺ, റെറ്റിന. The inner layer which has photoreceptors. ധാരാളം പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് റെറ്റിന. ഓക്കെ, നമ്മൾ സ്ക്ലിറയുടെ അല്ലെങ്കിൽ നമ്മുടെ ദൃഢപടലത്തിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് കോർണിയ, 2 കൺജങ്ക്റ്റീവ. കോർണിയ എന്താണെന്ന് നോക്കാം. ദ projected transparent anterior part of the sclera which refracts light rays to focus on the retina. That which help refract light rays towards the retina. ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായിട്ടുള്ള ഭാഗമാണ് കോർണിയ. അത് പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു.
രണ്ടാമത്തെ ഭാഗമാണ് കൺജങ്ക്റ്റീവ. The layer which covers and protects the front part of the sclera except the cornea. കോർണിയ ഒഴികെ കണ്ണിൻ്റെ മുൻഭാഗത്തെ സംരക്ഷിച്ചിട്ടുള്ള ഭാഗമാണ്, ദൃഢപടലത്തിൻ്റെ ഭാഗമാണ് കൺജങ്ക്റ്റീവ. വെളുത്തിട്ടുള്ള ഭാഗമാണ് കൺജങ്ക്റ്റീവ. ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണ് കൺജങ്ക്റ്റീവ. രണ്ടാമതായിട്ട് രക്തപടലത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഐറിസ് ആണ്, രണ്ട് പ്യൂപ്പിൾ. ഐറിസിൻ്റെ ധർമ്മം എന്താണെന്ന് നോക്കാം. ഐറിസ് എന്ത് ചെയ്യുന്നു? കോർണിയയുടെ പിൻഭാഗത്തായിട്ട് കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ്. മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഇരുണ്ട നിറം അതിന് നൽകുന്നു. മെലാനിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഇരുണ്ട നിറം അതിന് നൽകുന്നു. The part of the choroid seen behind the cornea, presence of the pigment melanin give the iris dark color. കണ്ണിന് പല നിറങ്ങളുണ്ടാവും. ആ നിറങ്ങൾക്കൊക്കെ കാരണം ഇപ്പം ചിലർക്ക് നീല നിറത്തിലുള്ള കണ്ണുകൾ, ബ്രൗൺ നിറത്തിലുള്ളത്, കറുത്ത നിറത്തിലുള്ള കണ്ണ്, ഇതിനൊക്കെ കാരണമാകുന്നത് ഈ മെലാനിൻ പിഗ്മെൻറ്റിൻ്റെ പ്രസൻസ് ആണ്. അടുത്തത് പ്യൂപ്പിൾ. പ്യൂപ്പിൾ കൃഷ്ണമണി എന്ന് പറയുന്നത്. ദ അപ്പർച്ചർ സീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഐറിസ്. അപ്പർച്ചർ സുഷിരം. The aperture seen at the center of the iris. The size of this aperture increases and decreases depending on the intensity of light. ഈ കണ്ണിൻ്റെ മധ്യഭാഗത്ത് കാണുന്ന സുഷിരം, aperture, that increases its size and decreases its size. According to that, the intensity of light can regulate it. നമ്മുടെ കണ്ണിലേക്ക് കടക്കുന്ന പ്രകാശത്തിൻ്റെ തീവ്രത കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കുന്ന കണ്ണിലെ പ്രധാന ഭാഗമാണ് കൃഷ്ണമണി അല്ലെങ്കിൽ പ്യൂപ്പിൾ. മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള റെറ്റിനയുടെ പ്രധാനപ്പെട്ട കാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് റെറ്റിന. അതിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാ? യെല്ലോ സ്പോട്ടും ബ്ലൈൻഡ് സ്പോട്ടും. യെല്ലോ സ്പോട്ട് എന്താണെന്ന് നോക്കാം നമുക്ക്. Yellow spot, the part of the retina where plenty of photoreceptors are present. It is the point of maximum visual clarity. It is the point of maximum visual clarity. The part of the retina where plenty of photoreceptors are seen. Number of photoreceptors are seen in this area. That area is known as yellow spot. റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട്. പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് ഇവിടെയാണ്. നമ്മുടെ പ്രതിബിംബം കണ്ണിലുണ്ടാവുന്ന പ്രതിബിംബത്തിന് ഏറ്റവും തെളിമ ഉണ്ടാകുന്ന ഭാഗമാണ് പീതബിന്ദു. അടുത്തത് അന്ധബിന്ദുവാണ് അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട്. റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണ് അന്ധബിന്ദു. റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണ് അന്ധബിന്ദു. ഇവിടെ പ്രകാശഗ്രാഹികളില്ലാത്തതിനാൽ കാഴ്ചയും ഇല്ല. പ്രകാശഗ്രാഹികളില്ലാത്തതുകൊണ്ട് അന്ധബിന്ദുവിൽ കാഴ്ചയില്ല. ദ പാർട്ട് ഓഫ് ദ റെറ്റിന ഫ്രം വേർ ദ ഓപ്റ്റിക് നെർവ് ബിഗിൻസ്. ഹിയർ ദർ ഇസ് നോ വിഷൻ ആസ് ഫോട്ടോറിസെപ്റ്റേഴ്സ് ആർ ആബ്സെന്റ്. പ്രകാശഗ്രാഹികളില്ലാത്തതുകൊണ്ട് ഫോട്ടോറിസെപ്റ്റേഴ്സ് ആർ ആബ്സെന്റ്. ദാറ്റ്സ് വൈ this area is known as blind spot. അടുത്തതായിട്ട് ലെൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചു ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. സുതാര്യവും ഇലാസ്റ്റികതയുള്ളതുമായിട്ടുള്ള കോൺവെക്സ് ലെൻസ് ആണ് കണ്ണിലുള്ളത്. അതിനെ സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ലെൻസിനെ, കോൺവെക്സ് ലെൻസിനെ സ്നായുക്കൾ എന്ന ചരട് വഴി സീലിയറി പേശികളുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്നായുക്കൾ എന്ന ചരടുകളാണ്, അത് സീലിയറി പേശികളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പം കണ്ണിൻ്റെ ലെൻസിനെ സീലിയറി പേശികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ചരടുകളാണ് സ്നായുക്കൾ. ഹിയർ ലെൻസ്, ഇലാസ്റ്റിക് ട്രാൻസ്പാരന്റ് കോൺവെക്സ് ലെൻസ്. ഇലാസ്റ്റിക് transparent and convex lens connected to ciliary muscle by thread-like ligaments. Connected to ciliary muscle by the help of ligaments. Ligaments കൊണ്ടാണ് ഈ സീലിയറി മസിൽസുമായിട്ട് ലെൻസിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, സീലിയറി മസിൽ. എന്താണ് അപ്പോൾ സീലിയറി മസിൽസ് നോക്കാം. ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയുള്ള പേശികളാണ് സീലിയറി മസിൽസ്. The circular muscle see around the lens. The contraction and relaxation of these muscles alter the curvature of the lens.
The contraction and relaxation of the ciliary muscle alter the curvature of the lens. ലെൻസിന്റെ വക്രത കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കുന്ന പേശികളാണ്, കണ്ണിലെ പേശികളാണ് സീലിയറി പേശികൾ. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഒപ്റ്റിക് നെർവാണ്, നേത്രനാഡികളാണ്. നേത്രനാഡികൾ പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്ന നാഡികൾ, കൊണ്ടുപോകുന്നവയാണ് ഈ നേത്രനാഡികൾ. ഒപ്റ്റിക് നെർവ് transmits impulses from photoreceptors to the visual center in the brain. Transmits impulses from photoreceptors to the visual center in the brain. തലച്ചോറിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് ഗ്രാഹികളിൽ നിന്ന് സന്ദേശങ്ങൾ കൊണ്ടുപോകുന്ന നാഡികളെയാണ്, ഇമ്പൾസസിനെ കൊണ്ടുപോകുന്ന നെർവ്സിനെയാണ് ഒപ്റ്റിക് നെർവ് എന്ന് വിളിക്കുന്നത്. Transmits impulses from photoreceptors to the visual center in the brain. രണ്ട് തരത്തിലുള്ള ദ്രാവകമുണ്ട്. 2 different types of liquid present in our eye. One is aqueous humor and another one is vitreous humor. Aqueous humor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന്റെ ഉള്ളിൽ ജലസദൃശ്യമായിട്ടുള്ള ദ്രാവകമാണ്. ലെൻസിനും കോർണിയയ്ക്കും ഇടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ്. അക്വസ് ഹ്യൂമർ ഉണ്ടാവുന്നത്, അക്വസ് ദ്രാവകം ഉണ്ടാവുന്നത് രക്തത്തിൽ നിന്നാണ് തിരിച്ച് രക്തത്തിലേക്ക് ചേരുന്നത്. അക്വസ് ഹ്യൂമറിന്റെ രക്തത്തിൽ നിന്നുണ്ടാവുന്ന തിരിച്ച് രക്തത്തിലേക്ക് ചെല്ലുന്ന അക്വസ് ഹ്യൂമറിന്റെ ധർമ്മം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അക്വസ് ദ്രാവകത്തിന്റെ ധർമ്മം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുക, ഒപ്പം തന്നെ ഓക്സിജനും നൽകുക എന്നുള്ളതാണ്. അക്വസ് ഹ്യൂമർ പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് നറിഷ്മെന്റ് ടു ദ ഐ സെൽസ്. നെക്സ്റ്റ് വൺ വിട്രിയസ് ഹ്യൂമർ. വിട്രിയസ് ഹ്യൂമർ എവിടെയാണ് നിറച്ചു വെച്ചിട്ടുള്ളത്? കണ്ണിന്റെ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള ഭാഗത്താണ് വിട്രിയസ് ഹ്യൂമർ നിറച്ചു വെച്ചിട്ടുള്ളത്. ഒരു ജെല്ലി പോലത്തെ ദ്രാവകമാണ്. ഇറ്റ്സ് എ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസസ്, liquid, it's a fluid, it is just like jelly, and it provide shape and rigidity to the eye. കണ്ണിനെ ദൃഢതയും ബലവും നൽകുക എന്നുള്ള ധർമ്മം കൂടിയാണ് ഈ വിട്രിയസ് ഹ്യൂമറിനുള്ളത്, വിട്രിയസ് ദ്രവത്തിനുള്ളത്. നമ്മൾ കണ്ണിന്റെ ഘടനയെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ഐ വി സ്റ്റഡീഡ്. ആൻഡ് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. കണ്ണിന്റെ ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തി കൊണ്ടുവരും. യു ഹാവ് ടു റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ഡിഫറെന്റ് പോർഷൻ ആൾസോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇതുവരെ പഠിച്ച ഭാഗങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം വരുമ്പോൾ ഈ പറഞ്ഞ തുടർ പ്രവർത്തനങ്ങളൊക്കെ, മോർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് നന്നായി പഠിച്ചിട്ട് വേണം